ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ നടന്ന എന്നിൽ അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കാത്തൂട്ടിയെ പറഞ്ഞ് കളിക്കാൻ വിട്ടിട്ട് ഞാൻ ദേ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. ആ സമയത്ത് കാത്തൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മാംഗോ ഐസ്ക്രീം എടുത്തു. ഇത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ, കുറച്ച് നാൾ മുമ്പ് കുറേ വൈറലായി ദുബായിലൊക്കെ കറങ്ങി നടന്നൊരു സാധനമാണിത്. പക്ഷെ ഇന്നാണ് നമുക്ക് വാങ്ങിക്കാൻ ഒരു അവസരം കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചത്. കാത്തൂട്ടിയെ കളി കഴിഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു കാത്തൂട്ടിക്ക് ഒരു സർപ്രൈസ് അമ്മ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കാത്തൂട്ടിക്ക് ഭയങ്കര സർപ്രൈസ് ആകുന്നത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇത് വാങ്ങുന്നുള്ള ഒരു ഊഹവും ഇല്ല, ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. ഇനി നിങ്ങൾ വീഡിയോ കാണാം. നല്ലോണം കണ്ണടച്ചോ, ഞാൻ പറയാതെ തുറക്കല്ലേ, കൈ നീട്ടിനി തുറന്നോ. എന്റെ മോക്കൊരു ഐസ്ക്രീം മേടിച്ചാലുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നു, അച്ചാച്ചി തന്നായിരുന്നു കേട്ടോ. അയ്യോ, ഈ ഒരു ചോദ്യം എന്റെ മോളുടെ അമ്മ പൈസ ഇല്ലാതെ ഇത് എങ്ങനെയാ വാങ്ങിയെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മാംഗോ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു കവറുണ്ട് ഗൈസ്, ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ അമ്മ വാങ്ങിച്ചു കളിക്കുമ്പോൾ എനിക്ക് സർപ്രൈസ് ആക്കിയത്. ശരിക്കും ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയാറില്ലേ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, അത് വേണം ഇത് വേണമെന്നൊന്നും പറയരുതെന്ന്. ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കണം എൻ്റെ മോൾ അത് കിട്ടിയ ഉടനെ ചോദിച്ചത് അമ്മ പൈസ ഇല്ലാതെ എങ്ങനെയാണ് വാങ്ങിയെന്ന്. അല്ലെങ്കിൽ എൻ്റെ കാത്തൂട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ, അവൾ ഒന്നിനും നിർബന്ധം പിടിക്കാറില്ല. എന്തെങ്കിലും വേണമെന്ന് 2 തവണ പറഞ്ഞാൽ കൂടി നമ്മളൊന്ന് പറയാണ് പൈസ ഇല്ല മോളെ, അമ്മയുടെ കയ്യിൽ ഇല്ല, നമുക്കത് വേണ്ടാന്ന്. അയ്യോ, അപ്പം തന്നെ അവളുടെ ഏതൊരു ആഗ്രഹം അവൾ മറക്കും കേട്ടോ. സാരമില്ല അമ്മ, ഇനി പൈസ അല്പം വാങ്ങിച്ചാൽ മതിയെന്ന്. അവൾ എനിക്ക് ഇത് കാണുമ്പോൾ ആൾ എന്തായാലും ഒരു കമന്റ് പറയുന്നുള്ളത് അത് ഇത്രയും ഹാർട്ട് ടച്ചിങ് ആവുന്ന ഒരു കമന്റ് ആയിരിക്കുമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ. നമ്മുടെ മക്കള് എപ്പോഴും നമുക്ക് സ്പെഷ്യൽ അല്ലേ, എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും എൻ്റെ കാത്തൂട്ടി ശരിക്കും അങ്ങനെയാണ്, ഒരാഗ്രഹത്തിന് വേണ്ടിയും അവൾ വാശി പിടിക്കാറില്ല ഇന്നേ വരെ.